അസ്സലാമു അലൈക്കും ഓൾ, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് കേട്ടോ. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ 25 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു കേട്ടോ. എംബ്രോയ്ഡറി ക്ലാസ്സുകളാണ് നമ്മൾ ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് 20ാമത്തെ ക്ലാസ് ആയിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. ഇത് നമ്മളിതിന് മുന്നേ ഒരു വട്ടം കാണിച്ചതാണ്, പക്ഷേ ഈ ഡിസൈനിൽ നമ്മൾ ഇതൊന്നും കൂടെ കാണിക്കുകയാണ്. ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഇടുന്നുണ്ടാവില്ലേ. അതായത് നമ്മൾ എംബ്രോയ്ഡറി വെച്ചിട്ടൊരു പൂക്കൾ എങ്ങനെ ഇടുകയെന്ന് നോക്കാം. അതിന് ഞാൻ ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത്. നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസൈന് മോട്ടിഫിലേക്ക് പകർത്തി വരയ്ക്കുക എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മൾ പോപ്പിളിൻ്റെ ക്ലോത്താണ് കേട്ടോ നമ്മൾ മോട്ടിഫായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലാണ് നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്യാറ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് യെല്ലോ കാർബൺ പേപ്പറാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ യെല്ലോ ഭാഗം ആ ക്ലോത്തേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ, നല്ല ഭാഗം ക്ലോത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഡിസൈൻ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ക്ലോത്തിൽ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഫ്രെയിം വെച്ചിട്ട് അത് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കൂടെ കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമ്മൾ മോട്ടിഫ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് തുടത്താം. അതിനായിട്ട് ഞാൻ സെൻറ്ററിൽ ബുള്ളിയൻ നോട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഇതിന്ന് മിസ്സായിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ ഓൺ ആക്കിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ബുള്ളിയൻ നോട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ 23ാമത്തെ സ്റ്റിച്ചാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഇതെങ്ങനെയെന്ന് എല്ലാവർക്കും അറിയുണ്ടാവില്ലേ. എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ആ ത്രെഡ് വെച്ചിട്ട് 2-3 പ്രാവശ്യം സൂചിയിൽ ഇങ്ങനെ ചുറ്റാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടിക്ക് ആ കുത്തിയ പോയിൻ്റിൻ്റെ അടുത്തായിട്ട് ആദ്യം എടുത്തില്ലേ, അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ സൂചി കുത്തി ഇറക്കുക. അങ്ങനെയാണ് കേട്ടോ ഈ സ്റ്റിച്ച് ചെയ്യുക. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. എന്നാൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ഡിസൈനിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അത് ചെയ്ത് കാണിക്കാണ് കേട്ടോ. ഈ ചാനലിനോട് ഉദ്ദേശിച്ചത് ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരം നൽകുകയാണ് കേട്ടോ. ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്. നമ്മളിതാ എംബ്രോയ്ഡറി ക്ലാസ്സാണ് ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 25 ക്ലാസ് വരെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് എംബ്രോയ്ഡറി ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ബീഡ്സ് വർക്ക്, ആരി വർക്ക്, സ്റ്റിച്ചിങ് അതൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ബീഡ്സ് വർക്ക് മതി, ആരി വർക്ക് മതി, അതായത് സ്റ്റിച്ചിങ് മതി, അങ്ങനെയൊക്കെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഈ ഡിസൈനിൽ ഫുള്ളായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ കൂടുതൽ ചെയ്യുക. അപ്പോൾ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്കൊന്നും തോന്നി ഫുള്ളായിട്ട് കാണിക്കുന്നതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ട് ഞാൻ ഫുൾ ടൈം ഫോണിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കലായിരുന്നു. എനിക്ക് ഒഴിവ് സമയം ഉണ്ടാവുന്ന ടൈമിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്തതാണ് ഈ സ്റ്റിച്ച്. അപ്പോൾ അതിൽ കുറേ ഭാഗം വിട്ടിട്ടുണ്ട്. കുറച്ചിങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഫുള്ളാക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക, എന്നിട്ട് കമൻറ്റ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഫ്രീ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് കിടക്കുന്നുണ്ട്. എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് നോക്കിയാൽ മാത്രം പോരല്ലോ, അവർക്ക് മെസ്സേജ് അയക്കണം, അവരുടെ റിപ്ലൈ നോക്കണം. അപ്പം അങ്ങനെ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല, സോറി. ഞാൻ നോക്കിക്കൊണ്ടിട്ടോ കുറച്ച് തിരക്കിലായിരുന്നു. ഹോസ്പിറ്റൽ കേസും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അത് കാരണമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതന്നെ ഇപ്പോൾ ഞാൻ ഓണത്തിന് നേരത്തെ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്, പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുത്താലും അത് എഡിറ്റിങ്ങും സൗണ്ട് കൊടുക്കലും പിന്നെ അതുപോലെ ഒക്കെ കഴിഞ്ഞ് പിന്നെ റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമല്ലോ അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ മനസ്സിലാവുണ്ടാവും എല്ലാവർക്കും റിസ്ക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണല്ലോ, അപ്പോൾ അവിടുത്തെ ജോലിക്കും തിരക്കിനൊക്കെ ഇടയിലുമാണല്ലോ നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും വീഡിയോസൊക്കെ ഇടാൻ തോന്നാറ്.
നമ്മളെ കമൻറ്റൊക്കെ വരുമ്പോൾ ആകെ കുറച്ച് കമൻറ്റുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തരുന്ന കമൻസുകളാക്കാരം നമ്മളെ കമൻസിൽ ഉണ്ടാവുന്നത്. നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പോലത്തെ കമൻറ്റാണ് ഉണ്ടാവല്. അൽഹംദുലില്ലാ. ഇനിയും അതേപോലത്തെ കമൻറ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടവർക്ക്, ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും മറക്കാതെ ഇത് അയച്ചു കൊടുക്കണം. അതുപോലെ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ 1ാമത്തെ ക്ലാസ് മുതൽ കണ്ടുവരണം. ഓരോ സ്റ്റിച്ചും നമ്മൾ ആദ്യം സ്റ്റിച്ച് ബോർഡിൽ ചെയ്തതിന് ശേഷം മോട്ടിഫിൽ ഒരു പിക്ചർ എടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാവരും ശ്രമിക്കണം. കാരണം നല്ലൊരു ഇത് തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുക. അതുപോലെ എംബ്രോയ്ഡറി ചെയ്യുക, സ്വന്തമായിട്ട് ഡ്രസ്സ് തയ്ക്കുക, അതിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുക, അരി വർക്ക് ചെയ്യുക, ബീഡ്സ് വർക്ക് ചെയ്യുക, അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കൊരാളെ ആശ്രയിക്കാതെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് ഞാൻ ചെയ്ത ഡ്രസ്സാണല്ലോ, ഇന്നെ കൊണ്ട് ഇത് കഴിയുമല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെ എല്ലാവരെ കൊണ്ട് എന്താണോ കഴിയുന്നത് അതുപോലെ ചെയ്യുക. ആരും വെറുതെ ഇരിക്കരുത്. എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് പറയണമല്ലോ, ഞാനിത് ചെയ്ത് കാരണം എനിക്ക് ഇങ്ങോട്ടെത്തി, അല്ലെങ്കിൽ ഞാനത് ചെയ്യാത്തത് കാരണം ഞാനൊന്നും ആയില്ല എന്ന് ആർക്കും തോന്നരുത്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ പഠിക്കുക. അതുപോലെ എംബ്രോയ്ഡറി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഏത് മേഖലയിലാണോ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പോൾ ആ മേഖലയിൽ അവർ തുടരുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തല്ലോ അങ്ങനൊരു മൈൻഡ് നമുക്ക് വരും. എംബ്രോയ്ഡറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ചുള്ള വീഡിയോയിൽ കാണിക്കുന്നത്, ബാക്കി ഞാൻ സ്കിപ്പ് ചെയ്തിടുകയാണ്. അതുപോലെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ടീച്ചറാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ടീച്ചറൊന്നും അല്ല കേട്ടോ. എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഒരുപാട് അറിയൊന്നുമില്ല. എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ എംബ്രോയ്ഡറി ക്ലാസ് ഇടണോ, ഇനിയും സ്റ്റിച്ചിങ്ങും ബീഡ്സ് വർക്കും ആരി വർക്കും ഒക്കെ ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ ഇടുന്നുണ്ട്. ഒട്ടും അറിയാത്ത ബിഗിനേഴ്സിന് നമ്മൾ യൂസ്ഫുൾ ആക്കുക എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഇതാക്കിയിരുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് എന്തായാലും ഹെൽപ്പ് ആവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം കേട്ടോ. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഫ്രീ ക്ലാസ് ആണ് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങൾ സപ്പോർട്ട് തരേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ഇടുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അതൊക്കെ ചെയ്താലാണ് നമുക്ക് സപ്പോർട്ട് ആവുക. അതുപോലെ ചെയ്യാമായിരിക്കും, അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പലതും ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒരു ഹെന്നിടുന്ന നന്നായിട്ട് മെഹന്തി ഇടാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിഗിനറാണെന്നുണ്ടെങ്കിലും, ഇതുപോലെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇനി കൂടുതൽ എന്താണ് നമ്മൾ ചെയ്യുക, ഇനി അടുത്ത കണ്ടൻറ്റ് എന്തായിരിക്കും, അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് ഒരു ബിഗിനറാണെങ്കിലും നിങ്ങളത് ഹൈ ലെവൽ പൊസിഷനിലെത്തും. കാരണം അതിലിങ്ങനെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും, അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഇത് കാണുന്നവർക്കും ഒരു ഉപകാരമാവും. ഈ എന്നെ ക്ലാസ് കണ്ടിട്ട് അവർ പഠിച്ചാൽ നിങ്ങൾ കാരണം അവർക്കും അത് പഠിഞ്ഞ്. അപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പഠിക്കണ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം കഴിയണമെന്നല്ല, ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ നമ്മൾ കാരണം. നമ്മളതൊരു ഏണിങ്സ്, നമുക്കൊരു ശമ്പളം കിട്ടുന്ന രീതിയിൽ നമ്മളാക്കണ്ട. നമ്മൾ ഫ്രീ ടൈമിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിനൊരു ഏണിങ്സും കൂടെ കിട്ടുമ്പോൾ അത് നമ്മളൊരു ഭാഗ്യമാണല്ലോ. അത് നമ്മൾ ആ ഒഴിവ് സമയം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഏണിങ്സ് ആണല്ലോ. അപ്പോൾ അതെല്ലാവരും ചെയ്യുക. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക. ഇതുപോലെ എന്തെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ആരെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുക ഫ്രീ ആയിട്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ഇതാ ഞാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തംബ്നെയിലും കൊടുത്താൽ ആൾക്കാരത് കാണും, അവർക്ക് ഉപകാരമാവും, നിങ്ങളും അതിന് കൂടുതൽ അറിയാൻ ശ്രമിക്കും. അങ്ങനെ എല്ലാവരും ചെയ്യാട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എംബ്രോയ്ഡറി ഇതവിടെ കഴിയാനായിട്ടുണ്ട് കേട്ടോ.
കുറച്ച് സ്പീഡിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഫ്രഞ്ച് നോട്ട് അറിയുണ്ടാവല്ലേ, നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ് ഫ്രഞ്ച് നോട്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡ്രസ്സിലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈ മോട്ടിഫിലും അതുപോലെ സ്റ്റിച്ച് ബോർഡിലൊക്കെ ചെയ്തിട്ട് നമ്മൾ വെക്കരുതേ. നമ്മൾ ഡ്രസ്സിലും കൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ പെർഫെക്റ്റിലേക്ക് എത്തുക. നമ്മളപ്പോൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ നമ്മൾ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ. പുതിയ ഡ്രസ്സിൽ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതിൽ ചെയ്താൽ മതി. അതിൽ ചെയ്തിട്ട് നമ്മൾ പഠിക്കുക, അതിനുശേഷം സ്റ്റിച്ചിങ് പഠിക്കുക, എന്നിട്ട് നമ്മളെ ഡ്രസ്സിലും കൂടി നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഡ്രസ്സിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഡിസൈനർ കാണുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കതിൽ ഡിസൈൻ ചെയ്യാം. അതാണ് ഒരു ഫാഷൻ ഡിസൈനറുടെ കഴിവ്. അപ്പോൾ അതുപോലെ നമ്മൾ മാറണം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാവർക്കും ഫാഷൻ ഡിസൈനിങ്ങിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിട്ട് മാത്രമാവും അത് കാണുന്നുണ്ടാവുക, അല്ലാത്തവരത് കാണില്ലല്ലോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് വരാം.